ഗസയിലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ? അവര് ദിനേനിങ്ങനെ മരണം കണ്ടുകൊണ്ടിരിക്കുക. ഒരു ചെറിയ കുഞ്ഞിനോട് ചോദിച്ച ആ ഒരു വീഡിയോ ഒന്നും വൈറലല്ലേ? മോനെന്താ കാണുന്നത്? ഞാൻ സ്വർഗം കാണുന്നുണ്ട്, അൽ ജന്ന, ഞാൻ സ്വർഗം കാണുന്നുണ്ട്. ഓരോ നിമിഷവും സ്വർഗം കാണാൻ ആ കുഞ്ഞുമക്കൾ. അള്ളാഹുവിന് വേണ്ടി ഓടുന്ന മക്കൾ, ബൈത്തുൽ മുഖദ്ദസ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി ഓടുന്ന മക്കൾ. അവർക്കൊരു ലക്ഷ്യമുണ്ട്. നമുക്കെന്ത് ലക്ഷ്യമുള്ളത്? ആ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി മരിച്ചു വീഴാനും ഏത് സെക്കൻഡിൽ തന്റെ ശരീരത്തേക്ക് മിസൈൽ തുളഞ്ഞു കയറുമോ, ബോംബ് വന്ന് വീഴുമോ, ഏത് സെക്കൻഡിലും അത് സംഭവിക്കാമെന്ന ചിന്തയിൽ സ്വർഗം കണ്ടു നടക്കുന്ന ആ മക്കളെ കുറിച്ച് പറയുമ്പോ ശരിക്കും നമ്മളിങ്ങനെ നാണിച്ചു പോവാണ്. കാരണം നാളെ മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോ ഈ മക്കളൊക്കെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടിപ്പോകും ഹൗദുൽ കൗസർ കുടിക്കാനായിട്ട്. അള്ളാഹിന്റെ മുമ്പിൽ അവർക്കൊക്കെ വലിയ സ്ഥാനം, നമ്മളോ ഒക്കെ ഒന്നുമില്ല. നമ്മൾ ദീനിന് വേണ്ടി എന്താ ചെയ്തത്? നമ്മൾ എന്താ ചെയ്യാൻ പറ്റിയത്? നമുക്കതിന് സമയം വല്ലതുണ്ടായിരുന്നു? നമ്മൾ ദുനിയാവിന്റെ പുറകെ മാത്രം ഓടുകയല്ലേ? ദുആ ചെയ്യാനെങ്കിലും നമുക്ക് കഴിയണ്ടേ? നമ്മുടെ 5 വഖത്ത് നിസ്കാരത്തിലെ ദുആ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിപ്പോ ഖൽബ് കൊണ്ടെങ്കിലും അവരോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് ആ പ്രാർത്ഥനകളിലൂടെയാണ്, നിരന്തരമായ ദുആ. അങ്ങനെയെങ്കിലും നാളെ റബ്ബുൽ ആലമീന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പടച്ചോനെ, ഞങ്ങൾക്ക് അവിടെ വന്ന് അവരോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ലല്ലോ, എന്നാലും ഖൽബ് കൊണ്ട് ഞങ്ങൾ ഫലസ്തീനിലായിരുന്നു റബ്ബേ, ഖൽബ് കൊണ്ട് ഞങ്ങൾ ബൈത്തുൽ മഖ്ദസിലായിരുന്നു റബ്ബേ, ഖൽബ് കൊണ്ട് ഓരോ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളോടൊപ്പവുമായിരുന്നു റബ്ബേ. അവിടെ നിന്നൊരു കുഞ്ഞ് ചേതനയേറ്റ് വീഴുമ്പോ എന്റെ കുഞ്ഞ് പിടഞ്ഞു വീട് മരിക്കുന്നത് പോലെ എന്റെ ഖൽബിൽ ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ട് റബ്ബേ, ഞാൻ ദുആ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ പറയാൻ പറ്റിയാൽ അതിനേക്കാൾ വലിയ അന്തസ് എന്താണ് സഹോദരങ്ങളെ? അതിനേക്കാൾ വലിയ അഭിമാനം എന്താണ് സഹോദരങ്ങളെ? എന്ന് ചിന്തിച്ചു നോക്ക്. അതിനേക്കാൾ വലിയ അന്തസ് എന്താണ് നമുക്ക്? അവർ മരിച്ചു വീഴുന്നത് റബ്ബുൽ ആലമീന് വേണ്ടിയാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ദുആ ഉണ്ടെങ്കിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണ്ടേ?